ഇപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വെറും ഒരു അബ്സ്ട്രാക്റ്റ് വേർഡ് മാത്രമാണ് ഇപ്പോഴും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്താണെന്ന് ലളിതമായി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്കിനെ പറ്റി ഞാനിനി വിവരിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ വ്യാപകമായി കഴിഞ്ഞ ജനകീയമായി കഴിഞ്ഞ ഒരു ഒരു സംജ്ഞയാണെന്ന് ഓർക്കണം. ഒരു ഒരു ടെർമിനോളജിയാണ്. ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിന് ഹൃദയ ധമനികൾക്ക് ഹൃദയപേശികൾക്ക് നിത്യേന അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഹൃദയപേശികളുടെ സങ്കോച വികാസ പ്രക്രിയകൾക്ക് ആവശ്യമായി പ്രാണവായുവും പോഷക പദാർത്ഥങ്ങളും അനിവാര്യമാണ്. ഇത് ഹൃദയ ധമനികളിലൂടെ ഒഴുകിയെത്തുന്ന രക്തത്തിലൂടെയാണ് ഈ പോഷക പദാർത്ഥങ്ങളും പ്രാണവായുവുമൊക്കെ ഹൃദയ കോശങ്ങളിൽ എത്തിച്ചേരുന്നതും അവിടെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്ന് ഊർജം ഉൽപ്പാദിക്കപ്പെട്ട് ഹൃദയം ശക്തമായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയപ്രവർത്തനം. കാലാന്തരത്തിൽ നമ്മളുടെ ആപത്ഘടകങ്ങളുടെ അതിപ്രസരം മൂലം ഒരുപക്ഷെ ഒരാൾ പുകവലിക്കുന്നു, കൂടുതൽ പ്രഷർ അനിയന്ത്രിതമാകുന്നു, പ്രമേഹം അനിയന്ത്രിതമാകുന്നു, കൊളസ്ട്രോള് നിയന്ത്രിക്കപ്പെടുന്നില്ല, അമിതവണ്ണം, മദ്യപാനം, ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങളാൽ ശരീരത്തിൻ്റെ ആ ഹൃദയധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും അവിടെ അതിൻ്റെ ഉൾവ്യാസം കുറഞ്ഞ് രക്തസഞ്ചാരം അതിലൂടെ ദുഷ്കരമാകുകയും ചെയ്യുന്നു. അങ്ങനെ സുഗമമായി രക്തം സഞ്ചരിക്കാത്ത അവസ്ഥയിൽ ആ ഹൃദയപേശികളിലേക്കുള്ള രക്തം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയപേശികൾ ഒന്നൊന്നായി ചത്തൊടുങ്ങുകയാണ്. അങ്ങനെയാണ് നേരത്തെ ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു ഹൃദയധമനിയിൽ പെട്ടെന്ന് അവിടെ ഒരു പൊട്ടലുണ്ടായി, ഒരു രക്തക്കൊട്ടയുണ്ടായി. ആ ഹൃദയധമനി പൂർണ്ണമായോ അപൂർണമായോ അടയുമ്പോൾ രക്തസഞ്ചാരം നിലച്ച് ആ ഹൃദയകോശങ്ങൾക്ക് രക്തം കിട്ടാതെ അവിടെ അത് ചത്തൊടുങ്ങുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ ജനകീയമായി പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇത് ഒരുപക്ഷെ ശരീരം അനുഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ ദുർവഹമായ വേദനയാണെന്ന് നാം ഓർക്കണം. അത്രമാത്രം കഠിനമായ വേദന ശരീരത്തിൽ മറ്റ് ഒരു അവയവങ്ങൾക്കും എന്തെങ്കിലും വീക്കം ഉണ്ടാകുമ്പോൾ സംഭവിക്കാറില്ല. അതിൻ്റെ വെളിച്ചത്തിലും മാത്രമല്ല ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ഇത് മരണത്തിലേക്കുള്ള കുറുക്കുവഴിയാണെന്നും അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനുള്ള രോഗനിർണയ ചികിത്സാ കാര്യങ്ങൾ ചെയ്യണമെന്നും നാം ഓർക്കുകയും വേണം. അതാണ് അതിൻ്റെ പ്രാധാന്യം.